പണി പൂർത്തിയാക്കി ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് എത്ര നാൾ കാത്തിരിക്കണം? 1 വർഷം അല്ലെങ്കിൽ 2 വർഷം? ഇത്രയും നാളൊക്കെ വേണ്ടിവരുമോ എന്ന് ചിന്തിക്കുന്നവരോട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഉദ്ഘാടനം ചെയ്യാത്ത ഒരു കെട്ടിടത്തിന്റെ വിശേഷം പറയാം. ഇടുക്കി നെടുങ്കണ്ടത്ത് കേരള ബാങ്കിനായി 1.5 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന പോലെ നഗരമധ്യത്തിൽ ഉയർന്നു നിൽക്കുന്നത്. മരുഭൂമിയിലെ മഴ പോലെ എന്നെങ്കിലും ഒരിക്കലൊരു ഉദ്ഘാടനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നെടുങ്കണ്ടത്തെ കേരള ബാങ്കിന്റെ കെട്ടിടം കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ട്. പേരിനെങ്കിലും ഒരു ഉദ്ഘാടനം, അത് ചെയ്യാൻ പോലും ആരുമില്ലെന്നാണ് നെടുങ്കണ്ടത്തെ കേരള ബാങ്കിന്റെ കെട്ടിടത്തിന്റെ വിഷമം. കുമളി മൂന്നാർ സംസ്ഥാന പാതയോട് ചേർന്ന് നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിലാണ് ഗ്ലാസ് ഇട്ട് മിനുക്കിയ കെട്ടിടം അനാഥമായി കിടക്കുന്നത്. 2011 60 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം പോലും നടത്താതെ അനാഥമായി കിടന്ന കെട്ടിടം 5 വർഷത്തിന് ശേഷം വീണ്ടും 90 ലക്ഷം മുടക്കി നവീകരണം നടത്തി. ഇതിനിടയിൽ ഭരണസമിതി മാറിയെങ്കിലും ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല. ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഏറിയ ഭാഗവും പൊളിച്ചു നീക്കി മുകളിലത്തെ നിലയിൽ ഓഡിറ്റോറിയവും ഉൾപ്പെടുത്തിയാണ് 2ാം ഘട്ട നിർമ്മാണം നടത്തിയത്. ഇതിനിടെ കനത്ത മഴയെ തുടർന്ന് കെട്ടിടത്തിന് പിൻവശത്തെ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായി. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മൺതിട്ടയാണ് ഇടിഞ്ഞതെങ്കിലും 24 ലക്ഷം രൂപ വീണ്ടും ചെലവാക്കി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. നിർമ്മാണം പൂർത്തിയാക്കി കാട് കയറി നശിക്കാൻ വിട്ടു നൽകിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എന്നു നടക്കുമെന്ന് മാത്രം ആർക്കും അറിയില്ല. ഇഴജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും കേന്ദ്രമായ കെട്ടിടം അടിയന്തരമായി തുറന്നു പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പണത്തിന് വില കൽപ്പിക്കുന്ന നാടാണ് നമ്മുടേത്. ആ പണം ഉപയോഗിച്ച് നെടുങ്കണ്ടത്ത് കേരള ബാങ്കിന്റെ ഒരു കെട്ടിടം പണി പൂർത്തിയാക്കുകയും ചെയ്തതാണ്. എന്നാൽ അത് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പണി പൂർത്തിയായിട്ടും തുറന്നു പ്രവർത്തിക്കാത്തത് ആരുടെ പിടിപ്പുകേടാണെന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.